വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഹൃദയം കൊണ്ട് നിന്നെ തേടുവാനും നിന്നെ കണ്ടെത്തി നിന്നെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്നെ തേടിയുള്ള ഈ യാത്രയിൽ നിന്റെ വചനം ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ CCC എന്നൊരു പുസ്തകം കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉത്തരം പറഞ്ഞ് നോക്കാം. CCC എൻ്റെ ഫുൾ ഫോം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അടങ്ങിയ ഒരു പുസ്തകം. 4 അധ്യായങ്ങളുണ്ട്. നല്ലതാണ് ആ പുസ്തകം. കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ വരും. നല്ല കനത്തിലൊരു പുസ്തകമാണ്. പണ്ട് സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് ഈ പുസ്തകം അത്രയൊന്നും എടുത്ത് ഉപയോഗിക്കാൻ മനസ്സ് തോന്നിയിട്ടില്ല. കാരണം അതെല്ലാം പഠന വിഷയങ്ങളായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആ പുസ്തകം ഉപയോഗിക്കാറുണ്ട്. CCC കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. 4 അധ്യായങ്ങളായി ഈ പുസ്തകത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഇന്നത്തെ ടോക്ക് നിങ്ങളാരും അത്ഭുതപ്പെടേണ്ട, CCCയെ കുറിച്ചല്ല. മറിച്ച് ഇതിൻ്റെ തുടക്കം, ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഇങ്ങനെ പതുക്കെ ആ വിഷയത്തിലേക്ക്, ആ പുസ്തകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യരെല്ലാവരും ദൈവാന്വേഷകരാണ്. അത് ജാതി മതഭേദമെന്നീ മതങ്ങളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പേ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദൈവാന്വേഷണമുണ്ട്. ആ ദൈവാന്വേഷണം ആദ്യം അവൻ ആ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ചുറ്റും നോക്കും, പ്രകൃതിയിലേക്കൊക്കെ നോക്കും. എന്നിട്ട് അതിലൊക്കെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കും. എന്നിട്ടോ പതുക്കെ പിന്നെ സഹജീവികളിലേക്ക് നോക്കും, പിന്നെ ഉള്ളിലേക്ക് തന്നെ നോക്കും. അങ്ങനെ ദൈവാന്വേഷണം മനുഷ്യൻ്റെ സഹജഭാവമാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ് ഈ CCCയിൽ പിന്നെ മുന്നോട്ട് പോകുമ്പം അങ്ങനെ ദൈവാന്വേഷണം നടത്തുന്ന മനുഷ്യന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ പേരാണ് റവലേഷൻ, ദൈവിക വെളിപാട്. ആ ദൈവിക വെളിപാടിനോട് മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരത്തിൻ്റെ പേരാണ് എന്ത്? വിശ്വാസം. നിങ്ങൾക്ക് ആകെപ്പാടെ തലയിലൊരു പുകയായോ എന്നെനിക്ക് സംശയമുണ്ട്. അത്ര പേടിക്കണ്ട, നിസ്സാരമായിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചിന്തിച്ചേ, മനുഷ്യരൊക്കെ ദൈവാന്വേഷകരാണ്, ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. മനുഷ്യൻ ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. മനുഷ്യർ കുറച്ചൊക്കെ എന്നെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യന് റിപ്ലൈ കൊടുക്കണ്ടേ, പ്രത്യുത്തരം കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പേരാണ് എന്ത്? വിശ്വാസം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ സുവിശേഷത്തിൽ ദൈവാന്വേഷണം നടത്തിയ ഒരു കൂട്ടരെ കുറിച്ചാണ്. ഈശോയുടെ പിറവിയിൽ തന്നെ, പിറവി സംഭവങ്ങളോട് ചേർന്ന് തന്നെ ദൈവാന്വേഷണം നടത്തിയ ഒരു കൂട്ടരുണ്ട്. ഈ ദൈവാന്വേഷണം നടത്തുമ്പോഴുള്ള പ്രത്യേകത, നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തുനിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം ഒരുപാട് അസാധാരണ സംഭവങ്ങളിലൂടെ നമ്മളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും. ദൈവത്തെ അന്വേഷിക്കാൻ നമ്മൾ തുനിഞ്ഞ് ഇറങ്ങിയാൽ ഒരുപാട് അസാധാരണ സംഭവങ്ങളിലൂടെ, ആ വാക്ക് ശ്രദ്ധിക്കണം, ഒരുപാട് അസാധാരണ സംഭവങ്ങളിലൂടെ ദൈവം തൻ്റെ പക്കലേക്ക് നമ്മളെ അടുപ്പിക്കും. റോമ 8:28 നമ്മൾ വായിക്കുന്നില്ലേ? തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പല കാര്യങ്ങൾ അവൻ ചെയ്യും, അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവസാനം ആത്യന്തിക നന്മയായ ദൈവത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഇനി പറയാവോ ആരെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നതെന്ന്? ആരായിരിക്കും ഇന്ന് നമ്മുടെ ചിന്തയെന്ന്? ഈശോയുടെ പിറവിയിൽ തന്നെ ദൈവാന്വേഷണം നടത്തിയൊരു കൂട്ടര്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നവരാണ് കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ, പൂജരാജാക്കന്മാരൊക്കെ എന്നൊക്കെ നമ്മൾ അവരെ വിളിക്കും. ഹോളി മജായി, പൂജരാജാക്കന്മാർ എന്ന് വിളിക്കുന്ന ആൾക്കാർ. ഇവരുടെ ഈ അന്വേഷണത്തിലും അന്വേഷണത്തിൻ്റെ അവസാനവുമായിട്ട് 7 അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 7 അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ചിന്ത ഈ 7 അസാധാരണ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളത് പ്യുവർ വചന ധ്യാനമാണ് കേട്ടോ.
വചനം അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീട്ടിലിരുന്നാണ് കേൾക്കുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം വീട്ടിലെ ബൈബിൾ ഒന്ന് എടുത്തേ പോയി അല്പം ഞാൻ സാവകാശം തരാം, ബൈബിൾ ഒന്ന് എടുത്തിട്ട് തുറന്നു വെക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നിട്ട് ഈ 7 അസാധാരണ സംഭവങ്ങൾ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വചനം നോക്കി കൂടെ നടക്കണം. കേട്ടല്ലോ? അപ്പോൾ ഒന്നാമത്തെ അസാധാരണ കാര്യം, ഇവർക്ക് ഒരു അസാധാരണ അറിവ് ലഭിച്ചു. ഇവർക്ക് ഒരു അസാധാരണമായ അറിവ് ലഭിച്ചു. എന്താണ്? ബേത്ലഹേമിൽ അവൻ ജനിച്ചു, ബേത്ലഹേമിൽ ഒരു രാജാവ് ജനിച്ചു എന്ന അറിവ് ഇവർക്ക് കിട്ടി. ഇതാണ് ഒന്നാമത്തെ അസാധാരണ കാര്യം. ബാക്കി ആർക്കും കിട്ടിയില്ലല്ലോ, ഇവർക്ക് മാത്രം കിട്ടിയ അസാധാരണ അറിവല്ലേ? ബേത്ലഹേമിൽ ജനിച്ചു, രാജാവ് ജനിച്ചു. ഈ ബേത്ലഹേമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ബേത്ലഹേമിന് പ്രധാനമായും 2 പ്രത്യേകതകളുണ്ട്. പറഞ്ഞു വരുമ്പോൾ ബേത്ലഹേമിനെ കുറിച്ച് കൂടി അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബേത്ലഹേമിന്റെ ആദ്യത്തെ പ്രത്യേകത, അത് ദാവീദ് രാജാവിന്റെ പട്ടണമാണ് ബേത്ലഹേം. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാജാവാണ് ദാവീദ്. ആ ദാവീദ് രാജാവിന്റെ സ്വദേശമാണ്, ദാവീദിന്റെ പട്ടണമാണ് ബേത്ലഹേം. അങ്ങനെ ഒരു പ്രത്യേകത ബേത്ലഹേമിനുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, മിശിഹ ബേത്ലഹേമിൽ പിറക്കുമെന്ന് മുമ്പേ തന്നെ പ്രവചനങ്ങളുണ്ട്. മിശിഹ ബേത്ലഹേമിൽ പിറക്കുമെന്ന് പ്രവചനങ്ങളുണ്ട്. അപ്പോൾ റിവിഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തുനിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് അസാധാരണ കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പൂജരാജാക്കന്മാര് ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിയവരാണ്, ജ്ഞാനികൾ. അപ്പോൾ ആദ്യത്തെ അസാധാരണ കാര്യം, അവർക്ക് ഒരു അസാധാരണ അറിവ് കിട്ടി. അസാധാരണ അറിവാണ് ബേത്ലഹേമിൽ ജനിച്ചു എന്ന അറിവ്. രണ്ടാമത്തെ കാര്യം, ഇവര് ഒരു അസാധാരണ ചോദ്യം ചോദിക്കുന്നുണ്ട്. എവിടെ ചെന്നിട്ടാണ്? അവർ അന്വേഷിച്ചു. അവരുടെ ചോദ്യം, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? യഹൂദരുടെ രാജാവ് എവിടെ? അതായത് ഒരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് എവിടെ? അല്ല. ഒരു ഇടയൻ ജനിച്ചു, ഇടയൻ എവിടെ? അല്ല. അതൊന്നുമല്ല അവർ ചോദ്യം. രാജാവ് എവിടെ? യഹൂദരുടെ രാജാവ് എവിടെ എന്നുള്ളതാണ് ഇവരുടെ അസാധാരണ ചോദ്യം. ഇവർ ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ വന്നത് സ്വാഭാവികമാണ്. കാരണം അവർ തേടി വന്നത് ആരെയാണ്? യഹൂദരുടെ രാജാവിനെയാണ്. അങ്ങനെ ഒരു അസാധാരണ ചോദ്യം അവർ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് അങ്ങനെ ചോദ്യം ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ച കാര്യമുണ്ട്. നക്ഷത്രം ഉദിച്ചു. നക്ഷത്രം എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രത്യേകതയും പ്രാധാന്യമുള്ളത്. അവരൊക്കെ കൺക്ലൂഡ് ചെയ്തു, അവരങ്ങ് തീരുമാനിച്ചു അത് രാജാവിന്റെ പിറവി തന്നെ ആയിരിക്കുമെന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ്. പക്ഷെ ഈ ചോദ്യം ചോദിച്ച പാടെ ഹെറോദോസ് അസ്വസ്ഥനാവുകയാണ്. കാരണം രാജാവ് എന്ന ചോദ്യം. ഇനിയും 2 അസാധാരണ കാര്യങ്ങൾ കണ്ടു. ഒന്ന്, അസാധാരണ അറിവ് കിട്ടിയവർക്ക്. ആ അറിവിൽ നിന്നും രണ്ടാമത് അവരൊരു അസാധാരണ ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം, വേർ ഈസ് ഹി? രാജാവ് എവിടെ? രാജാവ് എവിടെ? നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ചോദ്യമാണ്, അവൻ എവിടെയാണ്? അവൻ എവിടെയാണെന്ന ചോദ്യം. അതായത് ഈശോ എപ്പോഴേ വന്നു കഴിഞ്ഞു. അത് പിറവി സംഭവത്തിൽ മാത്രമല്ല, ഇന്നും ഈശോ നമുക്കിടയിൽ ജീവിക്കുന്ന ദൈവമായി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, അവൻ എവിടെയാണ്? അവൻ എവിടെ? ഇതിൻ്റെ വൈരുദ്ധ്യം എന്താണെന്നറിയാമോ? നോക്കിക്കേ, ഈ ചോദ്യം ചോദിച്ചത് വിജാതിയരാണ്, യഹൂദരല്ല ചോദിച്ചത്. വിജാതിയർ ഈ ചോദ്യം ചോദിക്കുന്നു. പക്ഷേ അവൻ്റെ ജനത്തിനോ അവൻ്റെ മത നേതാക്കൾക്കോ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രലോഗിൽ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുക്കിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അവൻ എവിടെയെന്ന് ചോദിക്കാൻ മനസ്സില്ലാതായി പോകുന്നു. അങ്ങനെ ഒരു അന്വേഷണത്തിന് മനസ്സില്ലാതായി പോവുകയാണ് അന്നും ഇന്നും നമുക്ക്. അസാധാരണ അറിവ് കിട്ടി, അസാധാരണ ചോദ്യം ചോദിച്ചു. അടുത്ത അസാധാരണ കാര്യം എന്തായിരുന്നു അറിയാമോ? ഇവർ ഈ ചോദ്യം ചോദിച്ച പാടെയുള്ള റെസ്പോൺസ് ഒരു അസാധാരണ പ്രതികരണമായിരുന്നു. ഒരു അസാധാരണ പ്രതികരണം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ ഹോളി മജായി, ഈ പൂജരാജാക്കന്മാര്, കിഴക്കെന്നുള്ള ജ്ഞാനികള് ഞെട്ടിപ്പോയി കാണും. ഇവർ ചോദിച്ചെന്താ? യഹൂദർ രാജാവ് എവിടെ? പക്ഷേ ജനങ്ങൾ മുഴുവൻ ആകപ്പാട് ഭയവിഹുലരായി. എല്ലാവരുടെയും ഉള്ളിൽ എതിർപ്പുണ്ടായി. എന്തുകൊണ്ടാണ് എതിർപ്പുണ്ടായത്? കാരണം അവര് പ്രതീക്ഷിച്ച രാജാവ്, അവര് പ്രതീക്ഷിച്ച മിശിഹ ഇങ്ങനെയല്ല. എങ്ങനെയല്ല? കൊട്ടാരം വിട്ട് പുറത്ത് പിറക്കേണ്ടവനല്ല. കൊട്ടാരത്തിൽ ഒരു പിറവിയും സംഭവിച്ചിട്ടില്ല.
അവരുടെ ധാരണകളെ തെറ്റിക്കുന്ന ഒരു മിശിഹായാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ എതിർപ്പ് വന്നു. ഹെറോദിന് എതിർപ്പ് വന്നു. എന്താ ഹെറോദിന്റെ എതിർപ്പിന്റെ കാരണം? അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, തന്റെ സിംഹാസനത്തിന് ഇവൻ വെല്ലുവിളിയാണ്. കാരണം രാജാവ് എന്ന വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. തന്റെ സിംഹാസനത്തിന് ഇവര് വെല്ലുവിളിയാണ്. അസാധാരണ പ്രതികരണമാണ്. അതായത് മനുഷ്യര് തന്നിഷ്ടത്തിലും സ്വന്തം ലാഭേച്ഛകളിലും സ്വന്തം സ്വപ്നങ്ങളിലുമൊക്കെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തോടുള്ള പ്രതികരണം വളരെ അസാധാരണമായിട്ട് മാറും. ഒട്ടും വെൽക്കമിങ് അല്ലാത്ത ശൈലി നമ്മൾ ദൈവത്തോട് പോലും സ്വീകരിച്ച് കളയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞു, വചനം തുറന്നു വെക്കണം. ഈ വളർച്ച, ഈ പുരോഗതി വചനം നോക്കി മനസ്സിലാക്കണേ. ഒന്നാമത്തത്, അസാധാരണമായ ഒരു അറിവ് ലഭിച്ചു ജ്ഞാനികൾക്ക് ദൈവത്തെ അന്വേഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ബേത്ലഹേമിൽ അവർ പിറന്നു. 2, അസാധാരണമായ ഒരു ചോദ്യം ചോദിച്ചു, എവിടെയാണ് രാജാവ് പിറന്നത്? 3, ആ ചോദ്യത്തിൻ്റെ പിന്നാലെ വളരെ അസാധാരണമായ ഒരു പ്രതികരണം ഉണ്ടായി. ആരുടെ ഭാഗത്തു നിന്ന്? ഹെറോദിന്റെ ഭാഗത്തു നിന്നും പിന്നെ അവിടുത്തെ മത നേതാക്കളുടെ, പുരോഹിതരുടെ ഭാഗത്തു നിന്നും അസാധാരണമായ ഒരു പ്രതികരണം ഉണ്ടായി. 4, ഈ പ്രതികരണം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു അസാധാരണമായ ഉത്തരവാദിത്വം ഇവരെ ഏൽപ്പിക്കുക. ഒരു അസാധാരണമായ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിക്കുന്നു? പൂജരാജാക്കന്മാരെ, ഈ ജ്ഞാനികളെ ആരേൽപ്പിക്കുന്നു? ഹെറോദോസും സംഘവും ഏൽപ്പിക്കുക. എന്താ ഉത്തരവാദിത്വം? നിങ്ങൾ അവരെ പോയി കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട്, കാരണം ഇവര് ജ്ഞാനികൾ ഇവിടെ വന്ന എന്താ? ഇവരെ സഹായിക്കും, ഇവർക്ക് അറിയാമല്ലോ, ഇവർ കാട്ടിത്തരുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ ദൈവം വളരെ അസാധാരണമായ, വളരെ അപ്രതീക്ഷിതമായ ഒരു ഉത്തരവാദിത്വം ഈ ജ്ഞാനികളെ ഹെറോദോസ് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പോയി കണ്ടുപിടിക്കുക, നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് ഞങ്ങളെ അറിയിക്കുക, അപ്പം ഞങ്ങൾ വരാം. അതായത് അതിൻ്റെ അപകടം എന്തെന്നറിയാമോ? ഇത് പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പുരോഹിതനോ ഒരു സന്യാസിയോ സന്യാസിനിയോ അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യനോ കുറച്ചുകൂടെ ആത്മീയതയുള്ള ആളായിട്ട് ചുറ്റുമുള്ളവർ വിചാരിക്കുന്ന ആളാണെങ്കിൽ ദയവ് ചെയ്ത് പൊള്ളലോടെ ഈ ഭാഗം കേൾക്കണേ. എൻ്റെ ഉള്ളിൽ വേദനയുണ്ട്. ഈ വേദന ഞാൻ പങ്കുവെക്കുന്നതേ ഉള്ളൂ. ഇത് ഒരു ആരോപണവുമല്ല, നമ്മുടെ ആത്മവിമർശനമാണ്. അതായത് ചുറ്റുമുള്ളവർ വിചാരിക്കുകയാണ് ഈശോ എവിടെയാണെന്ന് നമുക്കറിയാമെന്ന്. മനസ്സിലായോ? ഈശോ യഹൂദരുടെ രാജാവായവൻ, ദൈവപുത്രൻ, ലോകത്തിൻ്റെ മിശിഹ എവിടെയാണെന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിച്ച് ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യർ നമ്മളെ തേടി എത്തുന്നുണ്ട്, വഴി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? നമ്മുടെ ഉത്തരം ഹെറോദോസിനെ പോലെ ആയി പോകുന്നുണ്ടോ? അതെ, അത് ഞങ്ങൾക്ക് അത്ര അതിനെക്കുറിച്ച് വലിയ പിടിപ്പൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊന്ന് അന്വേഷിക്കുക, നിങ്ങളൊന്ന് ചുറ്റി നടന്ന് നോക്കിയിട്ട് എങ്ങാനും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഒന്ന് അറിയിച്ചേക്കണം. അപ്പം ഞങ്ങളും വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കാം, ഞങ്ങളും വേണ്ട നടപടികളൊക്കെ എടുക്കാം എന്ന ലാഘവവും ബുദ്ധിയും നിസ്സംഗതയുമാണോ നമ്മുടെ പ്രതികരണം? ഗൗരവമായിട്ട് ചിന്തിക്കണം. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയം. അങ്ങനെ അസാധാരണ ഉത്തരവാദിത്വം ഇവരെ ഏൽപ്പിക്കുകയാണ്. ഗോ ആൻഡ് സെർച്ച്, പോയി അന്വേഷിക്കാൻ പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയാണ്. റിവിഷൻ നടത്തിയാലോ? 1, അസാധാരണമായ അറിവ്. 2, അസാധാരണമായ ചോദ്യം. 3, അങ്ങനെ അസാധാരണമായ ചോദ്യം ചോദിച്ചപ്പോൾ അസാധാരണമായ ഒരു പ്രതികരണം ഉണ്ടായി. 4, അസാധാരണമായ ഒരു ഉത്തരവാദിത്വം അവർ കിട്ടുകയാണ്. അന്വേഷിച്ചിട്ട് പറയണമെന്ന അസാധാരണമായ ഉത്തരവാദിത്വം. 5, പിന്നീട് കാണുന്നത് ഒരു അസാധാരണമായ അന്വേഷണമാണ്. അതായത് വീണ്ടും ചുറ്റും സഹായം കിട്ടുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വന്തം എഫേർട്ടിൽ അവർ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. പ്രിയമുള്ളവർ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും കേട്ടോ. നമുക്ക് ദൈവത്തെ അന്വേഷിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്ക് എങ്ങൊന്നും സഹായം കിട്ടുന്നില്ലെന്ന് തോന്നും. ആരും നമ്മളെ സഹായിക്കുന്നില്ല, ദൈവത്തെ അറിയാമെന്ന് വിചാരിച്ചവർ പറഞ്ഞു തരുന്നില്ല. നമുക്ക് ചില പെയിൻ ഉണ്ടാകും അകത്ത്. തളരരുത്, നിങ്ങൾ അന്വേഷിക്കുക, തുടരുക, അന്വേഷണം തുടരുക. അസാധാരണമായ ഒരു അന്വേഷണത്തിന് തുനിഞ്ഞിറങ്ങുക. അങ്ങനെ അസാധാരണമായ അന്വേഷണത്തിന് തുനിഞ്ഞിറങ്ങുമ്പോൾ ദൈവം ചില അസാധാരണ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അതാണ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. വീണ്ടും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം അവർ നക്ഷത്രം കണ്ടാണ് വന്നത്. പക്ഷെ ഇപ്പോൾ ആരും തുണയില്ലെന്നറിഞ്ഞിട്ട് ഇവർ വീണ്ടും കൊട്ടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഭവിച്ച അത്ഭുതം, വീണ്ടും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ഇതൊരു പ്രതീക്ഷിച്ചില്ല. ഈ നക്ഷത്രം രണ്ടാമത്തെ വട്ടം ഇങ്ങനൊരു പ്രത്യക്ഷപ്പെടൽ, നക്ഷത്രം വഴികാട്ടാൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? നോക്കിക്കേ, മത്തായി സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. കാരണം വീണ്ടും ഞങ്ങളെ വഴികാട്ടാൻ ദൈവം ഇതാ നക്ഷത്രം അയച്ചു. അതായത്
വഴി കാണാതെ ഉഴലുമ്പോൾ, പ്രകാശത്തിൻ്റെ നേരിയ മിന്നാമിനുങ്ങ് വെട്ടം പോലും ഇല്ലെന്ന് നിങ്ങൾ കരുതുമ്പോൾ, ദൈവം നിങ്ങൾക്കായി വഴി കാട്ടാൻ ഒരു നക്ഷത്രം അയച്ചു തരും. അങ്ങനെ നിങ്ങളുടെ അസാധാരണമായ അന്വേഷണം തുടരും. അതുകൊണ്ട് ബോധപൂർവം ദൈവത്തെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുക, തുനിഞ്ഞിറങ്ങുക. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 29-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. സംശയമില്ല, ഈ അന്വേഷണത്തിന് ദൈവം തുണയായി കൂടെ ഉണ്ടാകും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും കൊണ്ടും കൂടി അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം വാക്യം, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഈ അന്വേഷണത്തിൻ്റെ ത്വര നമ്മളിൽ ഉണ്ടാകണം കേട്ടോ. അപ്പം അസാധാരണമായ ഒരു അന്വേഷണം നടക്കട്ടെ. അങ്ങനെ അസാധാരണമായ അന്വേഷണത്തിൻ്റെ ഒടുവിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. നിയമാവർത്തന പുസ്തകം നമ്മൾ വായിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ അവനെ കണ്ടെത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആകണമെന്നില്ല മിശിഹ. നിങ്ങൾ മിശിഹായെക്കുറിച്ചൊരു സ്കെച്ചൊന്നും ഉണ്ടാക്കി വെക്കരുത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആകണമെന്നില്ല ദൈവം. ഇവർ കണ്ടത് അങ്ങനല്ലേ? ഇവർ കണ്ടത് രാജാവിനെ അന്വേഷിച്ച് വന്നവരാ. കാണുന്നത് കാലിത്തൊഴുത്തിൽ സാധാരണക്കാരായ ഒരു അപ്പനും അമ്മയും, അവരുടെ നടുവിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞൊരു കുഞ്ഞ്. ഇവർ ചെയ്യുന്നത് എന്താണ്? ആ കുഞ്ഞിനും ആ സാഹചര്യത്തിനും ഒട്ടും ചേരാത്തത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അസാധാരണമായ ആരാധന നടത്തുകയാണ് അവർ. അസാധാരണമായ ആരാധന അവർക്കൊരു കാര്യം നിശ്ചയമുണ്ട്, എങ്ങനെയാണ് അവനെ കാണുന്നതെങ്കിലും അവൻ ദൈവപുത്രനാണ്, അവൻ യഹൂദരുടെ രാജാവാണ്, അവർക്ക് ലഭിച്ച ജ്ഞാനമാണത്. പ്രിയമുള്ളവരെ, നമ്മുടെ അന്വേഷണത്തിൻ്റെ അവസാനം സംഭവിക്കേണ്ട കാര്യം എന്തെന്നറിയാമോ? ഈ അസാധാരണമായ ആരാധന നടക്കണം. പൊന്നും മീറയും കുന്തിരിക്കവും അവൻ്റെ കാൽക്കൽ വെച്ചിട്ട് ഈ പൂജരാജാക്കന്മാർ മുട്ടിന്മേൽ നിന്ന് താണു വണങ്ങിയതുപോലെ ദൈവസന്നിധിയിൽ ഒരു അസാധാരണമായ ആരാധന നടത്തണം. നമ്മൾ അന്വേഷണം 6ാമത്തെ ഘട്ടം വരെ എത്തുകയാണ്. അതായത് അതിൻ്റെ പരിസമാപ്തിയിലെത്തുകയാണ്. ആരാധനയാണ് അന്വേഷണത്തിൻ്റെ അവസാനം. ദൈവാന്വേഷണത്തിൻ്റെ അവസാനം സംഭവിക്കേണ്ടത് ദേവാലയത്തിനകത്ത് കയറി ബലിപീഠത്തിന് മുമ്പിൽ ദൈവജനം ഒരുമിച്ച് നിന്ന് അവനെ സാഷ്ടാംഗ പ്രണാമം ചെയ്യണം. ഇത് ആരാധനയുടെ അവസാനമാണ്. ഇനിയോ 7ാമത്തെ അസാധാരണ കാര്യം, ആരാധന കൊണ്ട് തീർന്നു പോകരുതേ. ഒരുപക്ഷെ നമുക്ക് പറ്റിയ അപകടം ഇവിടെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, അച്ചോ ഇവിടം വരെയൊക്കെ ഞങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കും അസാധാരണമായ ഒരു അറിവ് കിട്ടി, ഞങ്ങളുടെ മാതാപിതാക്കൾ കൈമാറി തന്ന ഒരു അസാധാരണമായ അറിവ്, കർത്താവ് ദൈവം അവൻ ഈശോ മിശിഹായാണ് എന്ന അറിവ്. അസാധാരണമായ ചോദ്യങ്ങൾ ചോദിച്ച് അസാധാരണമായ പ്രതികരണങ്ങളിലൂടെ കടന്ന് അസാധാരണമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അസാധാരണമായ അന്വേഷണം നടത്തി ഞങ്ങൾ അസാധാരണമായ ആരാധനയ്ക്കായി പള്ളിയകത്ത് ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ, ഇവിടം വരെ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ അസാധാരണമായ ആരാധന കഴിഞ്ഞിട്ടൊരു കാര്യം ചെയ്യണം. എന്തെന്നറിയാമോ? മത്തായി സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം, ഹേറോദോസിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അസാധാരണമായ ആരാധന കഴിഞ്ഞ് ഇറങ്ങുന്നവർ വന്ന വഴിയെ മടങ്ങരുത്. അസാധാരണമായ ആരാധന കഴിഞ്ഞ് ഇറങ്ങുന്നവർ ഇനി വന്ന വഴിയെ മടങ്ങരുത്. അസാധാരണമായ മടക്കം സംഭവിക്കണം. വീട്ടിലെ സമാധാനക്കേടുകളുടെയും എൻ്റെ സ്വഭാവ ദൂഷ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ദേവാലയത്തിനകത്ത് കയറി അസാധാരണമായ ആരാധന നടത്തുന്നതെങ്കിൽ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിഞ്ഞു പോകരുത്. അനീതിയുടെയും അധർമ്മത്തിൻ്റെയും കള്ളത്തരങ്ങളുടെയും ഒക്കെ ഇടങ്ങളിൽ നിന്നാണ് അസാധാരണമായ ആരാധനയ്ക്കായി ഞാൻ പള്ളിയകത്ത് കയറിയതെങ്കിൽ ഇനി വീണ്ടും അവിടേക്ക് തന്നെ മടങ്ങിപ്പോകരുത്. ദൈവാന്വേഷണത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് അസാധാരണമായ ആരാധനയിൽ തീരുന്നതല്ല, മറിച്ച് അസാധാരണമായ ഒരു മടക്കം സംഭവിക്കണം, അസാധാരണമായ ഒരു ജീവിതം ആരംഭിക്കണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റിവിഷൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു? ഏത് പുസ്തകത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞു തുടങ്ങിയത്? ആദ്യം ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു. നമുക്കത് അവൈലബിൾ ആണ് കേട്ടോ, നമ്മുടെ മാർക്കറ്റിൽ കിട്ടും.
ഒരു മഞ്ഞ പുറംചട്ടയാണ് ഇപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉള്ളത്. CCC എന്ന് പറഞ്ഞ് POC അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. വലിയ വിലയൊന്നുമില്ല, ഒരെണ്ണം എടുത്ത് വാങ്ങിക്കുക, ഒരെണ്ണം വാങ്ങിച്ച് ഒന്ന് വല്ലപ്പോഴൊക്കെ വായിച്ച് നോക്ക്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ അറിയണ്ടേ. ഞാൻ പറഞ്ഞു CCCയിൽ ആദ്യമേ തന്നെ മനുഷ്യനെ അവതരിപ്പിക്കുന്നത് ദൈവ അന്വേഷകനായിട്ടാണ്. മനുഷ്യൻ ദൈവാന്വേഷകനായി അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം എന്താണ്? ദൈവം വെളിപ്പെടുത്തും. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് റെവലേഷൻ. ആ റെവലേഷന്, ദൈവിക വെളിപ്പാടിന് മനുഷ്യൻ ഉത്തരം കൊടുക്കും. അതിൻ്റെ പേരാണ് വിശ്വാസം. ഇതിൻ്റെ നല്ല ഉദാഹരണമാണ് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ അസാധാരണ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ 7 അസാധാരണ കാര്യങ്ങൾ കണ്ടു. ഇനി എന്നോടൊപ്പം ആ 7 അസാധാരണ കാര്യങ്ങൾ പറയുക. ഒന്നാമത്തത്, അസാധാരണമായ അറിവുകൾ കിട്ടും. നമ്മുടെ അറിവുകൾ അങ്ങനല്ലേ? ചുറ്റുമുള്ള ലോകത്തിന് മനസ്സിലാകുന്ന അറിവുകളല്ല നമ്മുടേത്. ചുറ്റുമുള്ള ലോകത്തിന് മനസ്സിലാകുന്ന അറിവല്ല നമ്മുടേത്. നമ്മുടെ അറിവുകൾ അസാധാരണമായ അറിവുകളാണ്. ഈ അസാധാരണമായ അറിവുകളിൽ നിന്നുകൊണ്ട് അസാധാരണമായ ചോദ്യം നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ക്രിസ്ത്യാനിക്ക് അസാധാരണമായ പ്രതികരണങ്ങൾ നേരിടേണ്ടി വരും. അത് ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അസാധാരണമായ പ്രതികരണങ്ങൾ ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അസാധാരണമായ പ്രതികരണം കിട്ടിയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അസാധാരണമായ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഭരമേൽക്കേണ്ടി വരും. എന്താ? ഇവരോട് പറഞ്ഞു, പോയി കണ്ടുപിടിച്ചിട്ട് വാ, ഞങ്ങളും അന്വേഷിക്കട്ടെ. അസാധാരണമായ ഉത്തരവാദിത്തം. 5-ാമത്തത്, അസാധാരണമായ അന്വേഷണം. അതായത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചു, പക്ഷെ ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ കരുണയുടെ നക്ഷത്രം, വഴികാട്ടി നക്ഷത്രം എൻ്റെ മുമ്പിൽ നീങ്ങുന്നു. ഇതാണ് അസാധാരണമായ ദൈവ അന്വേഷണം. അങ്ങനെ അസാധാരണമായ അന്വേഷണം കഴിഞ്ഞിട്ട് 6-ാമത്തെ ഘട്ടത്തിൽ ഞാൻ അസാധാരണമായ ആരാധന നടത്തും. ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ കർത്താവും ദൈവവുമായവനെ കൺമുമ്പിൽ കാണുമ്പോൾ സർവ്വതും സമർപ്പിച്ചിട്ട് അസാധാരണമായ ആരാധന നടത്തും ഞാൻ. എന്നിട്ടോ അസാധാരണമായ ആരാധനയിൽ തീർന്നു പോകരുത് എൻ്റെ ദൈവാന്വേഷണം. അസാധാരണമായ ഒരു മടക്കം നടത്തണം. വന്ന വഴിയെ ഇനി തിരിച്ചു പോകരുത്. വന്ന വഴികൾ മറക്കരുതെന്ന് സാധാരണ പറയും, പക്ഷേ വന്ന വഴിയെ ഇനി തിരിച്ചു പോകരുത്. ദൈവത്തെ കണ്ടവന്, മിശിഹാ ദർശനം ലഭിച്ചവന് ഇനി വന്ന വഴിയെ തിരികെ പോകാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമുക്ക് പുതിയ വഴികൾ കണ്ടെത്തണം. ഈശോയുടെ വഴികൾ. ആമേൻ.